കുട്ടനാടൻ പുഞ്ചയിലെ പുണ്യവാളൻ ചുണ്ടനീതാ തുഴഞ്ഞു വന്നേ പുണ്യത്തോ തകതോ തകതി ദിത്തോ ദിത്തോ തകതോ. പത്തനംതിട്ട നിർണ്ണത്തുന്ന വലിയ ഉത്സവമാണ്. മറ്റൊരു ചുണ്ടനൂടെ നിർണ്ണത്തുന്ന നീരണിഞ്ഞിരിക്കുകയാണ്. പുണ്യാളം ചുണ്ടനാണ് നീരണിഞ്ഞിരിക്കുന്നത്. നാട്ടുകാരൊക്കെ വലിയ സന്തോഷമാണ്. ചേട്ടാ, നിങ്ങളൊക്കെ വലിയ സന്തോഷമാണെന്ന് തോന്നുന്നു. വളരെ സന്തോഷമാണ് ഞങ്ങൾ. ഞാൻ വേറൊരു കരയിലെ വള്ളത്തിന് വന്ന, പക്ഷേ ഇതിൻ്റെ ആവേശം വള്ളം ഇറക്കുന്നത് എവിടെ ഏത് വള്ളം ഇറങ്ങാലും കാണാൻ പോകും. അപ്പോൾ ആ ഒന്ന് പുണ്യാളം ചുണ്ടൻ ഇറക്കുന്നത് കാണാൻ എടുക്കാൻ ആ ആവശ്യത്തിൽ വന്നതാണ്. നാട്ടുകാർ അങ്ങനെയാണല്ലേ? ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ വലിയ ആവേശം തോന്നുന്നു. ഞങ്ങൾക്കെല്ലാം ആവശ്യമാണ്. ഞങ്ങൾ ചെറിയ രീതി പിരിവിട്ട് തുടങ്ങിയ വള്ളപ്പണിയാണ്. ഏതായാലും അത് പുണ്യവാളൻ്റെ കൃപയാൽ അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പം പുണ്യാളൻ്റെ മിക്ക ആളോട് എത്തുകയാണ്. ചേട്ടാ, വലിയ ആവേശമാണ് നാട്ടുകാരൊക്കെ. നമ്മൾ ഇത്ര ആളുകളെ കാണും. ഒരു ഉത്സവം പോലും, ഇന്നൊരു അവധി ദിവസം പോലും അല്ല, എന്നിട്ട് പോലും നാടാകെ ഒന്നിച്ചെത്തിയിരിക്കുന്നു. അത്രത്തോളം ആവേശം തോന്നില്ലേ നിങ്ങളുടെ നാട്? പിന്നെ കുട്ടനാട്ടുകാർക്ക് വെള്ളവും വള്ളവും രണ്ടും, വെള്ളമകത്തും വെള്ളം പുറത്തും ഒക്കെ രണ്ടും കൂടെ ചേരുന്നതാണ് ഈ വള്ളംകളി എന്ന് പറയുന്നത്. അതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് ഇതൊരു സംസ്കാരമാണ്. ഇത് ഈ ഒരു പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ കടമ്പയാണ്. കാര്യം എല്ലാവരെയും ഈ വള്ളംകളി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ടീമാണ് അല്ലേ? ഏറ്റവും വലിയൊരു ടീം. കാര്യം യൂണിറ്റി. ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പൂർവ്വീകർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊരു യൂണിറ്റിയാണ്. കാര്യം അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. വള്ളംകളി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും തോളോട് തോള് ചേർന്ന് ഒരുമിച്ച് അത് ആഘോഷിക്കുക. ആ നാടിന് വേണ്ടിയിട്ട് ഓരോ നാടിൻ്റെ വള്ളങ്ങളുണ്ടെങ്കിൽ നാടിൻ്റെ വള്ളങ്ങൾക്ക് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കുക. ആ നാടിൻ്റെ വള്ളം ഇല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന മറ്റുള്ള വള്ളം അതിന് വേണ്ടിയിട്ട് ആർപ്പ് വിളിക്കുക. അതൊരു വലിയൊരു ഉത്സവമാണ്. ചേട്ടനൊക്കെ വരാം. അതിന് മുമ്പേ ചേട്ടാ, ഫുട്ബോൾ വേൾഡ് കപ്പ് എടുക്കുക. കുട്ടനാടിൻ്റെ വേൾഡ് കപ്പ് എനിക്ക് ഒന്ന് നെഹ്റു ട്രോഫി ഒന്നുമില്ലേ? ഓഫ് കോഴ്സ്, അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളുടെ കരയിൽ 2 വള്ളമുണ്ട്. ഇതിൽ ഏത് ജയിച്ചാലും ഞങ്ങളുടെ വള്ളം, അതറിയോ? അതാണ് ഏത് വള്ളം ജയിച്ചാലും ഞങ്ങളുടെ വള്ളം. നെഹ്റു ട്രോഫി തന്നെ ആയിരിക്കും ലക്ഷ്യം. നിങ്ങളുടെ വേൾഡ് കപ്പാ അല്ലേ? തീർച്ചയായിട്ടും ഇത്തവണത്തെ നമ്മുടെ വേൾഡ് കപ്പാണ്. ഇപ്പം ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട ചില ടീമുകൾ ഔട്ടായി, ചിലർ വീണ്ടും നിൽക്കുന്നു. ഇതുപോലെ തന്നെ ഈ നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് അതിൻ്റെ ആ പ്രൈസ് മണിയല്ല, ആ ട്രോഫി ഞങ്ങളുടെ കയ്യിൽ കിട്ടി അതൊന്ന് പൊക്കുമ്പോൾ ഒരു ആവേശത്തോടെ ഒരു ആർപ്പിടുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി, അതൊരു പ്രത്യേകമാണ്. അത് കുട്ടനാട്ടുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുണ്യാളം ചുണ്ടൻ എങ്ങനെയാണ് നെഹ്റു ട്രോഫി കൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നത്? നമ്മൾ ഇത്തവണ ഇത് ചെയ്യുന്നത് KTBC ആയിട്ടാണ്. അതായത് KTBC എന്ന് പറഞ്ഞാൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. കുമരകത്തിൻ്റെ ചെകുത്താന്മാരെന്നാണ് അവരുടെ വിളിപ്പേര്. കാര്യം ചില തകർക്കപ്പെടാത്ത റെക്കോർഡ് അവരുടെ പേരിലുണ്ട്. 4 വർഷം കണ്ടിന്യൂസ് നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബാണ്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ ഇത്തവണ കൈ കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ബഡ്ജറ്റിലാണ്. നമ്മുടെ ഓൾറെഡി ടീമിൻ്റെ ക്യാമ്പ് നമ്മൾ 12-ാം തീയതി തുടങ്ങി. അതിലെല്ലാവരും ഈ വള്ളംകളിയും മേഖലയുമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ലീഡിംഗ് ക്യാപ്റ്റനാണ് നമ്മുടെ ഇവിടെ സുനിൽ കൈനേരി. അദ്ദേഹം സബ് ഇൻസ്പെക്ടറാണ്. നല്ല ഒരു ലീഡിംഗ് ക്യാപ്റ്റനാണ്. ഒരുപാട് കുട്ടികളെ അദ്ദേഹം ട്രെയിനിങ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ വള്ളംകളി മേഖലയിൽ നിന്ന് ഒരുപാട് ജോലിക്ക് കിട്ടി പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പിള്ളേർ പോയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് വന്ന തിരുമേനി പറഞ്ഞതുപോലെ അദ്ദേഹം ആശംസ അറിയിപ്പിച്ച ചുണ്ടൻ വള്ളം നെഹ്റു ട്രോഫി നേടി. അതിനുശേഷം 2ാമതൊരു വള്ളത്തിൽ വന്നതാണ് ആശംസ അറിയിപ്പിക്കാൻ. ഇത്തവണ നമ്മൾ കപ്പ് പ്രതീക്ഷിക്കുന്നു. ഈശ്വരൻ ഞങ്ങൾക്ക് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കാം. നെഹ്റു ട്രോഫി ഈ പുണ്യാളം ചുണ്ടുള്ള പത്തനംതിട്ടയിലേക്ക് എത്തട്ടെന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ക്യാമറമാൻ അഖിലേഷ് പുണ്ണമ്മയോടൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.